നമസ്കാരം സ്നേഹ നമസ്കാരം. നോക്കൂ, വയനാടിലെ വലിയ ദുരന്തം, ആ ദുരന്തത്തിൽ വിറങ്ങില്ലിച്ചു നിൽക്കുക തന്നെയാണ് നമ്മുടെ മലയാള നാട്, മാമല നാട്. അത് ആര് വരുത്തി വെച്ചു, അതല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊന്നും ഇപ്പോ ഈ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. എന്നിരുന്നാലും മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ജീവി, ആ ജീവി കൃത്യമായിട്ട് ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. മലകൾ തുരന്നുകൊണ്ടും അതല്ലെങ്കിൽ പാറകൾ പൊട്ടിച്ചുകൊണ്ടും ജലാശയങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടും ഇത്തരത്തിൽ വലിയ വലിയ മാളികകൾ പൊക്കിക്കൊണ്ടും കാട്ടിക്കൂട്ടുന്ന ഒരുപാട് പ്രകൃതിയെ ചൂഷണം ചെയ്ത് കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള പോക്രിത്തരത്തിന് പ്രകൃതി തരുന്ന ശിക്ഷ തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള പാവം പിടിച്ച ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ ഇന്നത്തെ ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ നടത്തുന്ന ആ ഒരു കൊല തന്നെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്നുള്ളത് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റും. അതിന് ന്യായീകരണ ക്യാപ്സൂളുകളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ദുരന്തങ്ങളെ വിറ്റ് കാശാക്കാൻ ഇറങ്ങിയിട്ടുള്ള പിണറായി വിജയനെ കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാൻ പറ്റും. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണമെന്നും പറഞ്ഞ് രംഗത്ത് വന്ന പിണറായി വിജയൻ കഴിഞ്ഞ പ്രളയ സമയത്തും അതല്ലെങ്കിൽ കൊറോണ സമയത്തും പിരിച്ച കോടികൾ ആരൊക്കെ കൈയിട്ട് നക്കി എന്നുള്ളതും കേന്ദ്രം എത്രത്തോളം കോടികൾ തന്നു, ആ എത്ര കോടികൾ ചിലവഴിച്ചു എന്നുള്ള കണക്ക് ഇത്ര വർഷമായിട്ടും 2018 ശേഷം ഇങ്ങോട്ട് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല. എന്നിട്ടോ നക്കാൻ വേണ്ടി വീണ്ടും ചുവന്ന ആ ഒരു നശിച്ച കീറത്തുണിയും ബക്കറ്റുമായി രംഗത്തിറങ്ങിയിട്ടുള്ള പിണറായി വിജയനെ തെരുവിൽ ജനങ്ങൾ ഇറങ്ങിക്കൊണ്ട് കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ചകളൊക്കെ ഇന്ന് കൃത്യമായിട്ടും കാണുന്നുണ്ട്. അത്തരം നമ്മൾക്കറിയാം, പച്ചയ്ക്ക് പറയുന്നു എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന ബെന്നിസാറിനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ബെന്നിസാർ കൃത്യമായിട്ടും ഇതിനെതിരെ പറയുന്നുണ്ട്, അർഹതപ്പെട്ട കൈകളിൽ മാത്രമേ നിങ്ങൾ 1 രൂപയെങ്കിലും കൊടുക്കാൻ പാടുകയുള്ളൂ. അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടത്തിന് കട്ടുമുടിക്കാൻ വേണ്ടി ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ശവം എണ്ണിക്കൊണ്ടും വീട് നഷ്ടപ്പെട്ടതിന്റെ വീട് എണ്ണിക്കൊണ്ടും കട്ട് നക്കാൻ വേണ്ടി നിൽക്കുന്ന സഖാക്കന്മാർക്ക് 1 രൂപ പോലും ഒരു മനുഷ്യനും കൊടുക്കരുത് എന്ന് കൃത്യമായിട്ട് ആർക്ക് കൊടുക്കണമെന്നും ബെന്നിസാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കേട്ടു നോക്കാം. ഗംഭീരമായിട്ട് അദ്ദേഹം ഇതിനെതിരെ കൃത്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാണാം, നമ്മൾ കേൾക്കാം നമുക്കത്. നമസ്കാരം. വയനാട് ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തവും ഉണ്ടായിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞതാണ്. ഒത്തിരി ജീവൻ അവിടെ പൊലിഞ്ഞു. നമ്മളെ വിട്ടുപോയ ആ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ, കണ്ണീർ പൂക്കൾ. അതിലും ദയനീയമാണ് ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, മക്കളെയും സഹോദരിയെയൊക്കെ നഷ്ടപ്പെട്ടവർ, കുടുംബം നഷ്ടപ്പെട്ടവർ. അവരുടെ വേദന ഒരാൾക്കും തീർക്കാൻ പറ്റില്ല. വയനാട് ഇത് 2018 ഇതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് സമീപത്ത് ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. പക്ഷെ സർക്കാർ അതിനുശേഷം വേണ്ട വിധത്തിൽ ഉണർന്നു പ്രവർത്തിച്ചു. ഞാൻ ഈ സമയത്ത് ഒരു വിമർശനത്തിലേക്ക് കിടക്കുന്നില്ല. പ്രവാസി മലയാളികളും എല്ലാ മലയാളികളും എല്ലാ ഇന്ത്യക്കാരും മനുഷ്യ സ്നേഹികളെല്ലാം തന്നെ ലോകത്തുള്ളവർ വയനാട് ഉരുൾപൊട്ടലിൽ ഉറുമ്പ് കൂട്ടുന്നത് പോലെ സ്വരൂപിച്ചു പണിത വീടും സ്വത്തുക്കളും എല്ലാം സ്വന്തക്കാരും ഒക്കെ ഒഴുകിപ്പോയിരിക്കുന്നു. അവരെ കൈയടഞ്ഞ് സഹായിക്കണം. അതിന്റെ ദുരന്തത്തെക്കുറിച്ച് പ്രകൃതി സ്നേഹിയായ പരിസ്ഥിതി പ്രവർത്തകനായ സഞ്ജീവ് കർമ്മ ന്യൂസിൽ വളരെ വ്യക്തമായി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദുരന്തത്തിന്റെ കാരണം. അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. സഞ്ജീവ് പറഞ്ഞ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ലിങ്ക് കയറി കാണാം. സഞ്ജീവ് വളരെ വ്യക്തവും കൃത്യവുമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. മറ്റൊരു പ്രധാന കാര്യം ഞാൻ മലയാളികളോട് കൈകൂപ്പി പറയുക, രാഷ്ട്രീയ നേതാക്കന്മാരും അണികളും പ്രത്യേകിച്ചും അന്തംഗമികൾ എന്നെ എത്ര തെറി പറഞ്ഞാലും കുഴപ്പമില്ല. 2018 പ്രളയത്തിൽ കേൾക്ക് മലയാളി, പച്ചയ്ക്ക് കേൾക്ക്, ചെവി തുറന്ന് കേൾക്ക്. 2018 പല രാഷ്ട്രീയ കക്ഷി നേതാക്കളും പാർട്ടികളും പ്രത്യേകിച്ചും അന്തംഗമികളും കുറെ തുക കട്ടു. അത് 2018 ജില്ലാ കളക്ടർ കേസെടുത്തിട്ട് 6 വർഷമായി ഇന്നും അവരെ ശിക്ഷിച്ചിട്ടില്ല. കേസിന്റെ അന്വേഷണം മുടന്തനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഒരു കോടീശ്വരൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ 5 കോടി രൂപ ദുരിതത്തിലേക്ക് കൊടുത്തു, അത് ആരെന്ത് ചെയ്തു എന്ന് ഇതുവരെ കണക്ക് കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചുപോയ ഒരു MLA-ക്ക് വരെ വഴിവിട്ട് വകമാറ്റി പൈസ കൊടുത്തു. ലോകായുക്തിൽ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു. പക്ഷെ ലോകായുക്തിന്റെ പല്ലും നഖവും കളഞ്ഞതുകൊണ്ട് അവർക്ക് കൃത്യമായി ഉത്തരം പറയാൻ പറ്റിയില്ല.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതം ആശ്വാസമാക്കാനുള്ളതല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനങ്ങൾ, പാവം ജനങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിക്കാൻ, നഷ്ടപ്പെട്ടവർക്ക് നഷ്ടം കൊടുക്കുവാനുമാണ് ഈ ദുരിതാശ്വാസ നിധി. കുടുക്ക പൊട്ടിച്ച് സൈക്കിൾ മേടിക്കാൻ വെച്ച പൈസ വരെയും കുഞ്ഞു കുട്ടികൾ 2018 പ്രളയത്തിൽ നിങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിച്ചു. പക്ഷെ ആ പൈസ എത്തേണ്ടടുത്ത് എത്തില്ല. പല നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും അണികളും നന്നായി. ദുരന്തം ചിലർക്കൊരു വരുമാനമാണ്, ദുരന്തങ്ങൾ ചിലർക്കൊരു ഭാഗ്യമാണ്. അന്തംഗമ്മികൾക്ക് 2018 ഇത് കമ്മ്യൂണിസ്റ്റുകൾക്ക്, എല്ലാ പ്രവാസി മലയാളികളോടും സംഘടനകളോടും എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ റോട്ടറി ആവട്ടെ, ലയൺസ് ആവട്ടെ, യൂത്ത് യുവജനങ്ങളുടെ സംഘടനകളാവട്ടെ, ആരാവട്ടെ, അല്ലെ കോടീശ്വരന്മാരാവട്ടെ, കഴിയുന്നതും നിങ്ങൾ വീട് വെച്ചു കൊടുക്കുകയാണെങ്കിലും ആശുപത്രിയാണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും നേരിട്ട് കിട്ടേണ്ട ആൾക്ക്, ബെനിഫിഷ്യറിക്ക്, അർഹതപ്പെട്ടവന് നേരിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക. സർക്കാരിലേക്ക് ഈ ഫണ്ട് പോയാൽ 100 രൂപക്ക് 10 രൂപ അവർക്ക് കിട്ടുള്ളൂ. അത് എന്ത് ദുരന്തമായാലും ശവമായാലും ശരി, കളവ് അഴിമതിയാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് പ്രവാസി മലയാളികൾ, പ്രത്യേകിച്ചും ഗൾഫിൽ കഷ്ടപ്പെടുന്ന മലയാളികളോട് പറയുക, നിങ്ങൾ ചെറു സംഘങ്ങളായി 2 or 3 വീട് വെച്ചു കൊടുക്കും, 2 or 3 കുട്ടികളെ പഠിപ്പിക്കൂ, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ലോൺ തീർക്കും, എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു. കഴിയുന്നതും നേരിട്ട് ചാരിറ്റി ചെയ്യുക. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴും ദുരിതങ്ങൾ ഉണ്ടാവുമ്പോഴും കഴിയുന്നതും നേരിട്ട് കൊടുക്കുക. അപ്പോൾ ആ വികസനം കൃത്യമായിട്ട് നടക്കും. അല്ലെങ്കിൽ പൈസ കൊടുത്താൽ അതിന്റെ കണക്ക് വാങ്ങാൻ, അത് മോണിറ്റർ ചെയ്യാൻ, അത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. നോക്കൂ, കേന്ദ്രം കഴിഞ്ഞ പ്രളയത്തിന് കൊടുത്ത കോടികളുടെ കണക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ ഇവന്മാരൊക്കെ കക്കുന്നതിന്റെ എത്ര കഥകളാണ്, ചരിത്രമാണ്, സത്യങ്ങളാണ്, ധർമ്മമാണ് പുറത്തു വരാനിരിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യൻ മണ്ണിനടിയിൽ ചത്തൊടുങ്ങി തീരുമ്പോഴും അത് വിറ്റ് കാശാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക്, സക്കീർമാരടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക്, കള്ളന്മാരും കൊള്ളിവെപ്പുകളും ബലാത്സംഗികളുമായിട്ടുള്ള ഈ വൃത്തികെട്ട ജന്മങ്ങൾക്ക് 1 രൂപ കൊടുക്കില്ല ജനങ്ങൾ എന്ന് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആ കൃത്യമായിട്ടുള്ള താക്കീത് തന്നെയാണ് പുറത്തു വരുന്നത്. അത് തന്നെയാണ് മലയാളികൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 1 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ദുരിത മേഖല, ഇപ്പോൾ എല്ലാവരും അവരെ സഹായിക്കാൻ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ രംഗത്തുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ, 1 or 2 ആഴ്ച കഴിഞ്ഞാൽ ആ പാവങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. അത് തന്നെയാണ് കവളപ്പാറയായാലും പെട്ടിമുടിയായാലും മറ്റൊട്ടേറെ ദുരന്ത മുഖങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് മാത്രം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നിട്ട് ആ പാവങ്ങളെ നിഷ്കരുണം കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന കോടിക്കണക്കിന് രൂപ പാത്തുമ്മയുടെ ആട് വിറ്റിട്ടും കമ്മൽ ഊരിക്കൊടുത്തിട്ടും കുഞ്ഞുമക്കളുടെ കുടുക്ക പൊട്ടിച്ചും കിട്ടുന്ന ആ കാശിൽ കൈയിട്ട് വാരി നക്കി ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തി സുഖസുന്ദരമായി ജീവിക്കുന്ന ഈ നാറികൾക്ക് 1 രൂപ കൊടുക്കില്ല എന്ന് മലയാളി പറഞ്ഞാൽ എങ്ങനെയാണ് മലയാളിയെ കുറ്റപ്പെടുത്താനാവുക? ബെന്നി സാറിന്റെ കുറച്ച് വാക്കുകൾ കൂടിയുണ്ട്, അതുകൂടി ഗംഭീരമാണ്. മക്കളെ കേട്ടിട്ട് തിരിച്ചു വരാം. എറണാകുളത്ത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടിച്ച് കൊച്ചിക്കാർ ശ്വാസം മുട്ടി നിന്നപ്പോൾ, കൊച്ചി 5 ദിവസം നിന്ന് കത്തിയപ്പോൾ വിവരാവകാശം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയത് കുടിവെള്ളം, മിനറൽ വാട്ടർ മേടിച്ചത് 5 ലക്ഷം രൂപക്കാണ്. 5 ലക്ഷം രൂപയുടെ മിനറൽ വാട്ടർ അവിടെ തെളിച്ചിരുന്നെങ്കിൽ ആ തീ കെട്ടേനെ. മാലിന്യത്തിലും അഴിമതി, തീപിടുത്തത്തിലും അഴിമതി, ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും സുനാമിയിലും എല്ലാം തന്നെ, നിപ്പയിലും എല്ലാം, കോവിഡിലും എല്ലാം അഴിമതി. അതുകൊണ്ട് മലയാളി സഹോദരന്മാരോട് പറയുകയാണ്, വയനാടിലെ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, അയൽവാസികളെ കൈയഴിഞ്ഞ് സഹായിക്കണം. നിങ്ങൾ മാക്സിമം സഹായിക്കണം. പക്ഷെ അത് കഴിയുന്നതും നേരിട്ടായിരിക്കണം. എന്നെ ഇപ്പോൾ അന്തംഗമ്മികൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെനിക്കൊരു വിഷയമല്ല. 2018 വെള്ളപ്പൊക്കത്തിൽ കട്ടവർക്കെതിരെ ഇതുവരെ നടപടിയെടുക്കാൻ പറ്റിയില്ല. ലാവിലിൻ 40-50 കൊല്ലമായെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കളവും മറ്റ് ദുരിതാശ്വാസ നിധി കട്ടതും ഇതേപോലെ 25-30 കൊല്ലം പോകും, നമ്മൾ ചത്തുപോകും. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് കുറെയെല്ലാം ഉണ്ടാക്കുന്നതാണ്. ഇന്നും പെരുമ്പാവൂർ ഒരു പാറമട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടുമഴയത്തും പാറയിൽ ബോംബ് വെച്ചത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാം, ചേട്ടൻ പറയാം, ഈ നാട്ടുകാർക്ക് മുഴുവൻ തെറിയാക്കാൻ വേണ്ടിയുള്ളവനാണല്ലേ ഞാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ പറയാത്ത? ഞാൻ പറയില്ല, എനിക്ക് പേടിയാണെങ്കിൽ. കിഴക്കമ്പലത്ത് നിന്ന് പെരുമ്പാവൂർക്ക് പോകുമ്പോൾ ഒരു മലയിൽ പാറ ഇന്ന് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. പാറമട ക്രഷർ ഇന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അതുണ്ടാവുന്ന ദുരന്തം ആരും കാണുന്നില്ല.
പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, പ്രകൃതി ദുരന്തങ്ങളും പ്രളയങ്ങളെല്ലാം ചിലർക്കൊരു വരുമാനമാണ്, പ്രത്യേകിച്ചും ചില സഖാക്കൾക്ക്, ഉദ്യോഗസ്ഥർക്കും ഇത് കട്ട് തിന്നാനുള്ള ഒരു ലോട്ടറിയാണ്. അതുകൊണ്ട് ചതിയിൽപ്പെടരുത്. കഴിഞ്ഞ പ്രാവശ്യം ഗൾഫ് രാജ്യത്തെ ഒരു മുതലാളി പറഞ്ഞിരുന്നു, ഞാൻ 5 കോടി കൊടുത്തിട്ട് എനിക്ക് ഒരു കണക്കും കിട്ടിയില്ല, അവരെന്ത് ചെയ്തൊന്നും പറഞ്ഞില്ല. പക്ഷെ ചില കോടീശ്വരന്മാർ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഇങ്ങനെയൊക്കെ പൈസ കൊടുത്ത് കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കും. അത് ചെയ്യരുത്. പ്രത്യേകിച്ച് ലയൺസ്, റോട്ടറി പോലെയുള്ള പ്രവാസി സംഘടനകളെല്ലാം കഴിയുന്നത് നിങ്ങൾ അവിടെ പോയി നേരിട്ട് 10-15 വീടൊക്കെ വെച്ചു കൊടുത്താൽ അത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ കടലിൽ കായം കലക്കിയ പോലെ ഇവന്മാർ കട്ടുമാറ്റുമെന്ന് പച്ചക്ക് പറയുന്നു. ഒരിക്കൽ കൂടി ഈ ദുരന്തങ്ങളെല്ലാം പട്ടിണി പാവങ്ങൾക്ക് വരുന്നത് ദൈവത്തോട് യാചിക്കുകയാണ്. പാവങ്ങൾക്ക് മാത്രമാണല്ലോ ഈ ദുരന്തങ്ങൾ കൊടുക്കുന്നത്, പട്ടിണി പാവങ്ങൾക്ക് മാത്രമാണ് ദുരന്തങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ ചെയ്യരുതെന്ന് നമ്മുടെ പടച്ച തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നോക്കൂ, ഇത്തരത്തിൽ കൃത്യമായിട്ട് ഇക്കുറി കേന്ദ്രം പിണറായി വിജയനിലൂടെ ഒരിക്കലും പൈസ കൊടുക്കില്ല എന്ന് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആരാണോ ദുരിതബാധിതർ അവർക്കും നേരിട്ട് അവരുടെ കൈകളിൽ എത്തിക്കുമെന്ന് പച്ചയ്ക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫണ്ട് അതിന് ഇത്രയും നാളായിട്ട് ഇതിന്റെ കണക്ക് കൊടുക്കാതെ ഈ പാവം പിടിച്ച ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ശവശരീരം പോലും തിന്ന് ആ തിന്നമിടുക്ക് കാണിക്കുന്ന ഈ ഭരണവർഗത്തിന് ഇനി 1 രൂപ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കില്ല. അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് നേരിട്ട് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കും കിട്ടുക എന്നൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകൾ ചുവന്ന ബക്കറ്റും ചുവന്ന കൊടിയുമായി പിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുൻപിലെത്തുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ വയനാട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ, ഒരു തുള്ളി വെള്ളം കിട്ടാതെ, തലചായ്ക്കാൻ ഒരു വീടില്ലാതെ നമ്മുടെ സഹോദരങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് നമ്മൾ നേരിട്ടാണ് കൊടുക്കേണ്ടത്. 1-2 ആഴ്ച കഴിഞ്ഞാൽ ആർക്കും വയനാട്ടിലേക്ക് പോവാം. ആ ദുരിത മേഖല നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിച്ച് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ അവരുടെ ആ വിറങ്ങലിച്ച കൈകളിൽ ചുരുട്ടി പിടിച്ച് കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ ആ കണ്ണീരൊലിക്കുന്ന ആ മനുഷ്യന്റെ ആ ഒരു കണ്ണീരിന്റെ ഒപ്പമാണെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും ഒരു ആശ്വാസം വരുത്താൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ അതാണ് നമ്മൾക്ക് ഏറ്റവും വലുത്. ഒരു പാവം പിടിച്ച മനുഷ്യന്റെ ഒരു കുടുംബം തകർന്നാലും, എല്ലാ മനുഷ്യന്മാർ ബന്ധുജനങ്ങൾ മരിച്ച് ചത്തൊടുങ്ങി കഴിഞ്ഞാലും അവരുടെ എണ്ണം എടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചുകൊണ്ടും കോടിക്കണക്കിന് രൂപ സർക്കാരിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും കൈയിട്ട് വാരി ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് അത് നക്കുന്ന ഇവനൊക്കെ എന്നാണ് കൊണം പിടിക്കുക എന്ന് നമ്മൾക്കറിയാം. 2018 ആയാലും അതിനു മുൻപുള്ള ആ കണക്കുകളൊന്നും കിട്ടാതെ ഇന്നും ഈ പാവം പിടിച്ച ജനങ്ങളെ ഇത്ര കണ്ട് വലയ്ക്കുന്ന ഈ സർക്കാരിനെതിരെ ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോ മനുഷ്യന്മാർക്കും സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുക? ഇത്തരത്തിൽ മണ്ണിനടിയിൽ കിടക്കുന്ന, അതല്ലെങ്കിൽ ഇന്നിപ്പോൾ മരിച്ചതിനൊക്കുമോ ഈ ജീവിക്കുന്ന ഈ അവസ്ഥ എന്നുള്ളത്? തന്റെ ബാക്കിയുള്ള ബന്ധുജനങ്ങൾ എല്ലാവരും മരിച്ചത് കണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന ആ മനുഷ്യന്റെ കണ്ണിൽ നോക്കി കക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ കരളുറപ്പ് എത്രത്തോളം ഉയർന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ മലയാളിയും വയനാട്ടുകാർക്ക് സഹായിക്കാൻ, അതല്ലെങ്കിൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ മിനക്കെടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നേരിട്ട് കിട്ടുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെയാണ് ഇന്നിപ്പോൾ പിണറായി വിജയന്റെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു വന്ന രംഗത്ത് വന്ന അതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവരം വെച്ച ജനങ്ങൾ കൃത്യമായിട്ടും പ്രതികരിക്കുന്നുണ്ട്. അന്തം കമ്മികളായിട്ടുള്ള അന്തം സഖാക്കളുണ്ടല്ലോ, കട്ട് നക്കാൻ വേണ്ടി നടക്കുന്ന ഏറ്റവും താഴെ തട്ടിൽ നിന്ന് മുകൾ തട്ട് വരെയുള്ള സഖാക്കന്മാരുണ്ടല്ലോ, ഈ പാവം പിടിച്ച ജനങ്ങളെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഊമ്പിച്ച് ജീവിക്കുന്ന വിയർപ്പിന്റെ അസുഖമുള്ള കുറെ എണ്ണമുണ്ടല്ലോ, അവർക്കൊന്നും നക്കാൻ ഇനി ഒരു മലയാളിയും അധ്വാനിച്ച് തന്റെ ആടിനെ വിറ്റ, തന്റെ കുടുക്ക പൊട്ടിച്ച ഒന്നും ചെയ്യരുത് എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. അതിനെതിരെ ആര് പറയുമ്പോഴും അവരെ തെറി വിളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന അന്തം കമ്മികളുണ്ടല്ലോ, ആ കമ്മികൾക്ക് മിഡ് ഫിംഗർ നമസ്കാരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ നേരത്തും. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.